തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ രണ്ട് കാര്യത്തിനകത്ത് പോലീസിന്റെ നടപടി ഉണ്ടായി, കോടതി നിർദ്ദേശപ്രകാരമാണ്. ജീവിതത്തിൽ ശരികളും തെറ്റുകളും ധാരാളമുണ്ട്. അതിനെല്ലാം ആകത്ത് കിടക്കേണ്ടത് ഇപ്പോഴല്ല. അതായത് ശിവഗിരിയിലും മുത്തങ്ങയിലും രണ്ട് കാര്യങ്ങളാണ്. ശിവഗിരിയിൽ ഒരു ആത്മീയ കേന്ദ്രത്തില് അക്രമം സംഭവിച്ചു, പോലീസിന്റെ ഭാഗത്ത് സംഘർഷം ഉണ്ടായി. അതുപോലെ തന്നെ മുത്തങ്ങയിൽ ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കേവലം ഒരു പോലീസ് ആക്ഷൻ മാത്രം പറഞ്ഞ് സാറിന് ദുഃഖം പങ്കുവയ്ക്കാൻ കഴിയുമോ? നിങ്ങളെ തൃപ്തിപ്പെട്ട ഞാൻ സഹിക്കത്തില്ലല്ലോ. എനിക്ക് പറയാനല്ലേ പറയാൻ പറ്റുള്ളൂ. ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാനല്ല, ഈ കെ നായനാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. അതിന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കട്ടെ. അതിന് അഭിപ്രായം പറയാം. ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. 7 പ്രാവശ്യം ആമീനെ പറഞ്ഞയച്ചു. 7 പ്രാവശ്യം. ആമീനെ പറഞ്ഞേക്കുന്നല്ലേ അവിടെ പോലീസ് ഇതുപോലത്തെ ഒരു ആത്മീയമായ ഒരു കേന്ദ്രത്തിൽ പോലീസ് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇഷ്യൂ. അങ്ങയുടെ പേരിൽ ഇപ്പോൾ നിൽക്കുന്ന ആരോപണം അതാണ്. അപ്പൊ അതിനാണ് ഇതുവരെ കൃത്യമായ മറുപടി പറയാം. അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ സ്റ്റാൻഡല്ല. ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരെ വെച്ചത് നയനാരാണ്. ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ ആദ്യം വായിക്കും, എന്നിട്ട് എന്നോട് ചോദിച്ചു. പലതരം ആളുകൾ ഓടിക്കൂടി എന്ന് പറഞ്ഞു. അതിൽ പുറത്തുള്ള ആളുകളോ ഗുണ്ടകളോ അങ്ങനെയൊക്കെ പോലീസ് നടപടികളോ? ഞാൻ പറയാൻ ഉദ്ദേശിച്ച് അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന താങ്കളുടെ പേരിലെ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. താങ്കൾക്ക് പത്രപ്രവർത്തനം എത്ര കൊല്ലായി? 25 വർഷമായി. ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ടാണ് 20 വർഷം കഴിച്ചു. ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ട് 20 വർഷം കഴിഞ്ഞു. ചെറിയ ഫിലിപ്പിന്റെ ഭാഷയിൽ 4 നൂറ്റാണ്ട് കഴിഞ്ഞു. കോൺഗ്രസിനൊരു പ്രതിസന്ധിയില്ല. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ആരും തന്നെ സാധിക്കില്ല. സാധാരണ പ്രവർത്തകരാണ്. കോൺഗ്രസിൽ ശക്തരായ നേതാക്കന്മാരുണ്ട്, സംസ്ഥാനത്തുണ്ട്. അതിശക്തരായ നേതാക്കന്മാരുണ്ട്. ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെയും പ്രസംഗം എത്ര ശക്തമായ പ്രസംഗമാണ്.